നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ശ്രീദേവിയെയും കൊണ്ട് ശ്രീകല ഉദയഭാനും കൂടെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ശ്രീദേവി ഒരക്ഷരം പോലും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ശ്രീദേവിയുടെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷെ ഇനിയിപ്പോ തനിക്ക് ആനന്ദനോടൊപ്പം ഒരു ജീവിതം കാണത്തില്ലേ എന്നൊക്കെ ശ്രീദേവി ഭയക്കുന്നുണ്ട്. ബാലച്ചൻ ഇതുപോലൊരു നിലപാടെടുക്കുമെന്ന് കരുതിയില്ല. എങ്ങനെയാണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ആ വീട്ടിലുള്ളവർക്ക് സാധിക്കുമെന്ന് കരുതി പോയതാ. ഒടുവില് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ശ്രീദേവിയുടെ അടുത്തേക്ക് ശ്രീകല എന്നു. എന്നിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നു അവിടേക്ക് പോകണ്ടെന്ന്. പറഞ്ഞാൽ എങ്ങനെയാ പൊട്ടിയോളെ നീ വക വയ്ക്കോ? ഇപ്പൊ അവിടെ നാട്ടിയേറെ കഴിഞ്ഞപ്പോ നിനക്ക് സമാധാനമായല്ലോ. ഈ 2 തവണ ഞാനും നിന്റെ അച്ഛനും അവരുടെ മുന്നിൽ പോയി നാണം കിട്ടും. എന്തിനാണെന്നറിയോ? നിനക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട്. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, എനിക്ക് വേണ്ടി അപേക്ഷിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ? അതെ, അവരോട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രോഹം കാണിച്ച ആരാ? അച്ഛനും അമ്മയൊക്കെ അല്ലേ? എന്നിട്ട് പിന്നെ അവരെ കുറ്റപ്പെടുത്തുന്നോ? ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോയേക്കല്ലേ. ഞാൻ കുറ്റപ്പെടുത്തിയതാണോ നീ പറയണേ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടി, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിട്ടല്ലേ നിന്റെ അച്ഛനും അമ്മയും കൂടെ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തേ. എന്നിട്ട് ഇപ്പൊ ഇത് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നീ ഞങ്ങളെ കുറ്റപ്പെടുത്തുമായിരുന്നോ? അമ്മയ്ക്കൊന്നും തന്നു പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനവിടെ ഓരോ നിമിഷം ഉരുകി ഇരിക്കുമായിരുന്നു. നീ ഉരുകി ഇരിക്കുമായിരുന്നു. എടി, ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ഇരിക്കുമായിരുന്നു ഞങ്ങള്. പിന്നെ ഇപ്പം വിദ്യക്ക് നല്ലൊരു ആലോചനയും കൂടെ വന്നിട്ടുണ്ട്. നീ ആ വീട്ടിൽ നിന്ന് പോന്നറിഞ്ഞ ഇനി വിദ്യക്ക് നല്ലൊരു ആലോചന വരുമോ? ഞങ്ങളുടെ കാര്യം എന്താ നീ കാണാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ചീത്ത പറയണം. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അമ്മയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് എപ്പോഴും അവര് തന്നെയാ. കാരണം ആനന്ദേണ്ണും അതുപോലെ ബാലച്ചനും അമ്മയൊക്കെ എന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്നേഹം, അത്ര സ്നേഹം ഉണ്ടാഞ്ഞിട്ടാണോടി അവിടെ ചെന്ന് ഇപ്പൊ അവരങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നെ ഇറക്കി വിട്ടില്ലേ? ഈ ബാലച്ചനൊക്കെ നിന്റെ കയ്യെ പിടിച്ചങ്ങോട്ട് ഇറക്കി വിട്ടില്ലേ? അപ്പോഴേക്കും ശ്രീദേവിക്ക് വിഷമായി. ശ്രീദേവി ഇരുന്ന് കരയുക. ദേ, ഇനി നീ മേലാ കരഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയത്തില്ല. ഒരാഴ്ച സമയം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരാഴ്ചക്കുള്ളിൽ നിന്നെ അവര് കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ ഈ ശ്രീകല ആരാന്ന് അവരറിയാൻ പോകുന്നുള്ളൂ. പിന്നൊരു കാര്യം, ഇനി ഞങ്ങൾ പറയുന്ന അനുസരിച്ചോണം നീ. ഞങ്ങൾ പറയുന്ന അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ ശവമായിരിക്കും നീ കാണാൻ പോകുന്നേ. ഉദയഭാനോട് ശ്രീകല, മിണ്ടരുത് നിങ്ങള്. ഇത്തരം കാര്യങ്ങളൊക്കെ വഷളാക്കി നിങ്ങൾ ഒറ്റ ഒരാളാ. ഇനി ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. 2 വട്ടം അവിടെ പോയി നമ്മളെ അപമാനിച്ചു. കുനിഞ്ഞ ശിരസോട് കൂടിയിട്ടാണ് അവിടുന്ന് പോന്നേ. ഇനി അതുണ്ടാവത്തില്ല. പറഞ്ഞത് കേട്ടല്ലോ, ഒരാഴ്ചക്കുള്ളിൽ അവര് നിന്നെ വിളിച്ചോണ്ട് പോകുന്ന നോക്കും. പിന്നെ ശ്രീകലയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോന്നേ. തേമംഗലത്ത് ബാലനെ ശ്രീകലയ്ക്കൊന്നുമല്ല, ശ്രീകലയ്ക്കിനി ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ശ്രീദേവി ഇരുന്ന് കരയുവാണ്. ശ്രീദേവിയുടെ മനസ്സിൽ ആനന്ദന്റെ മുഖം വന്നു. പാവം, തനിക്ക് ആനന്ദനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. പക്ഷെ താനത് ചെയ്തില്ല. ഒരു വട്ടമെങ്കിലും പറയുമായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ആനന്ദേട്ടൻ തന്നെ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോണ്ട ഇത്രയും ദേഷ്യം. അതും പോരാഞ്ഞിട്ട് വീണ്ടും ആ കുടുംബത്തെ ചതിക്കുമല്ലേ ചെയ്തേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയുടെ അടുത്തേക്ക് ആര്യം വന്നു കഴിഞ്ഞപ്പോൾ മിത്ര ആര്യനോട് പറഞ്ഞു, ആര്യ, ഇതെങ്ങനെ പോയാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത്? ആനന്ദേട്ടന്റെ ജീവിതം വെച്ചിട്ടാ എല്ലാരും ഇപ്പൊ കളിച്ചോണ്ടിരിക്കണേ. ശ്രീദേവി ചേച്ചി ഇവിടെ വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ആര്യനും കേട്ടല്ലേ? അതെ, അവരതല്ല അതിലപ്പുറം നാടകം എടുക്കും. ആര്യ, എനിക്ക് നാടകമാണെന്ന് തോന്നില്ല. ശ്രീദേവി ചേച്ചി അപ്പോഴത്തെ സാഹചര്യം കൊണ്ടാ ദേവി ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത്, പ്രവർത്തിക്കുകയൊക്കെ ചെയ്തേ. അല്ല, ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ദേവി ചേച്ചി ഇവിടെ ജീവിക്കേണ്ടതല്ലേ? ദേവി ചേച്ചി അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവര് മനസ്സോടെ കൊണ്ടുപോയത്. ദേവി ചേച്ചി ശരിക്കും ഇറക്കി വിടുകയല്ലേ ചെയ്തത്. ആര്യം പറഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആനന്ദേട്ടന്റെ ജീവിതം നശിച്ചു പോയില്ലേ? അവരൊരു വാക്ക് തുറന്നു പറയുമായിരുന്നെങ്കിൽ ശരിയാ, പക്ഷെ പറഞ്ഞില്ല. പക്ഷെ ദേവി ചേച്ചിയുടെ മനസ്സോടെ കാണണം. ഒരു പക്ഷെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളത് അംഗീകരിക്കുമായിരുന്നോ? നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴമ്മയാണെങ്കിലും അതുപോലെ തന്നെ അച്ഛനാണെങ്കിലും എല്ലാവരും ഇത് പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നേരത്തെ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബന്ധത്തിന് ആരെങ്കിലും സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ടായിരിക്കും അവർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ തീരുമാനം എടുത്തേ. ആര്യം പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും കള്ളത്തരത്തിലൂടെ ഇവിടേക്ക് കയറി വരാൻ പാടില്ലായിരുന്നു. ആനന്ദേട്ടന്റെ ജീവൻ നശിപ്പിച്ചതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. മിത്രോന് ശരിയാ, ആനന്ദേട്ടന്റെ ജീവിതത്തിലേക്ക് ശ്രീദേവി ചേച്ചി കയറി വന്നു. പക്ഷെ അതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീദേവി ചേച്ചി ഇവിടെ വന്നതിന് ശേഷം ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ
കോമഡി സ്റ്റോഴ്സിൽ പോയത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. വയറ്റി വളരുന്ന കുഞ്ഞിനെ പോലും ദേവി ചേച്ചിക്ക് നഷ്ടപ്പെട്ടു. അതെന്തുകൊണ്ടാ? അലോക് ചെയ്ത പ്രവൃത്തി കൊണ്ടല്ലേ? അന്നൊരു പക്ഷെ ദേവി ചേച്ചിക്ക് ആനന്ദേട്ടനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു, അതിന് കാരണം എന്താ ഏതാന്നൊക്കെ. പക്ഷെ ദേവി ചേച്ചി അത് ചെയ്തില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാത്തെ? ആനന്ദേട്ടൻ്റെ ജീവിതം നശിക്കില്ല എന്ന് ഓർത്തിട്ട്. അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ കൃഷ്ണമംഗലത്ത് പോയി നാളെ കാര്യങ്ങളൊക്കെ ദേവി ചേച്ചിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നമ്മൾ പറയുന്നതൊക്കെ ദേവി ചേച്ചി എപ്പടി തന്നെ അനുസരിച്ചു. ഒന്നെങ്കിൽ ആ സമയത്ത് തന്നെ ദേവി ചേച്ചിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കായിരുന്നു. പക്ഷെ ഉണ്ടാക്കിയില്ല. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്, ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവരുത്, ഈ കുടുംബം ചിന്ന ഭിന്നമായി പോവരുതെന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നേ. അപ്പൊ പിന്നെ ദേവി ചേച്ചിയുടെ മനസ്സിൽ നമ്മൾ കാണ്ടേന്ന് വെച്ചു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ മിത്രേ, ആനന്ദേണ്ട എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടാ ജീവിതത്തിലേക്ക് കടന്നേന്ന്. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് ഇരുന്ന ആളാ. പക്ഷേ എങ്കിൽ അച്ഛനൊരു കല്യാണത്തിന് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. നല്ലൊരു ജീവിതമായിരിക്കും എന്ന് കരുതിയിട്ടല്ലേ ചെന്നേ. പക്ഷെ അതിങ്ങനെ ആവുന്ന ശരിയാ. ആര്യം പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പണമില്ലാതെ പോയത് അവരുടെ തെറ്റാണോ? അവർ കുറെ കള്ളത്തരങ്ങൾ കാണിച്ചു. ദേവി ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ. പക്ഷേങ്കിൽ ദേവി ചേച്ചി നമ്മളോട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ പോരെന്ന് ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? പിടിച്ചു നിൽക്കാൻ വേണ്ടി ദേവി ചേച്ചി ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു. അത് നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേന്ന് ചോദിച്ചു. ആരും ഉത്തരം ഉണ്ടായിരുന്നില്ല. ദേവി വീട് വിട്ടിറങ്ങിയതോടുകൂടി ആകെപ്പാടെ ഒരു ശോകം മൂകമായിരുന്നു വീട്ടിൽ. ആർക്കും ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഇല്ല. ഇതേപോലെ തന്നെയായിരുന്നു മീനാക്ഷി ആകാശിനോട് പറഞ്ഞേ. ആകാശിനും പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചതിയാ ചെയ്തേ, തങ്ങളുടെ ആനന്ദേട്ടൻ്റെ ജീവൻ നശിപ്പിച്ചെന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. ബാലൻ അങ്ങനെ ഗോമതി സ്റ്റോഴ്സിലേക്ക് ചെന്നെങ്കിലും ഗോമതി സ്റ്റോഴ്സിലെ കാര്യങ്ങളൊന്നും നോക്കാൻ ബാലിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യം ധർമ്മൻ ഇറങ്ങിപ്പോയി. ഇപ്പോഴാണ്ടേ ശ്രീദേവിയും പോയിരിക്കുന്നു. ഓരോരോ പ്രശ്നങ്ങൾ കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുക. രാമേട്ടൻ മാക്സിമം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും ബാലിനെ ഏറ്റില്ല. ബാലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഗോമതി ക്ഷേത്രത്തിലേക്ക് പോകണം. ക്ഷേത്രത്തിൽ പോയി മനുവരുകി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്തെങ്കിലും ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് വേണ്ടി ഉണ്ടാക്കണം. ദേവിനെ ഇറക്കി വിട്ടുകൊണ്ട് ഗോമതിക്ക് വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ദേവി ഒരു ചതി ചെയ്ത് തൻ്റെ മകൻ്റെ ജീവൻ നശിപ്പിച്ചു എന്നൊരു ചിന്ത. താന് അമ്മാതിരി സ്നേഹിച്ചാണ്. ഗോമതിയാണ് ഏറ്റവും കൂടുതൽ അവിടെ ശ്രീദേവി ആ വീട്ടിൽ സ്നേഹിച്ചിരുന്നത്. പക്ഷെ ഗോമതിയോട് ഈ ചതി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഗോമതി അങ്ങനെയൊക്കെ ചെയ്തേ. അവളെ ഇറക്കി വിട്ടതിൽ കുറ്റബോധമുണ്ട്. പക്ഷേ തൻ്റെ മകൻ്റെ ജീവിതമാണല്ലോ നശിച്ചു പോയത്. ആ കുടുംബം കാരണം ഓർത്ത് കഴിയുമ്പോൾ ഗോമതിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആ ലോകിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം താനും ഇതിനകത്തൊരു ഭാഗമാണോ എന്നൊരു ചിന്ത ആ ലോകിൻ്റെ മനസ്സിലുണ്ടായി. ഒരു പക്ഷേ ആ കുടുംബം നശിച്ചു പോകാനായിട്ട് കാരണം താനും കൂടെയാണോ? ദേവി ചേച്ചിയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയത് താനാണ്. ഒരു പക്ഷെ ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ആ വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവത്തില്ലായിരുന്നു എന്നൊരു ചിന്ത അലോകിൻ്റെ മനസ്സിലുണ്ട്. അലോകിനും വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അച്ഛനോടും അമ്മയോടും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ കുറ്റപ്പെടുത്തും. തനിക്ക് ദേവമംഗലംകാരുടെ സിമ്പതിയാണ്, പഴയതുപോലെ ഒന്നുമല്ല. അതൊക്കെ പറഞ്ഞ് അവർ കുറ്റപ്പെടുത്തും. പിന്നെ അത് ശരിയാവത്തില്ല. ഒരുപക്ഷെ ദേവി ചേച്ചി ഒന്ന് പോയി കണ്ടാലോ, താൻ ചെയ്തു പോയ തെറ്റിനൊക്കെ ക്ഷമ ചോദിച്ചാലോ എന്ന് പോലും അലോകിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. താൻ കാരണമാണ് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയത്. പക്ഷെ അന്നൊന്നും തനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ആ കുഞ്ഞിനെ നശിപ്പിച്ചത് അറിഞ്ഞിട്ട് ഒന്നുമല്ല ചെയ്തേ, അറിയാതെ ആണെങ്കിലും ആ ഒരു നിമിഷത്തിൽ സംഭവിച്ചു പോയതാണ്. പക്ഷെ താനാണ് അതിൻ്റെ ഉത്തരവാദി. എന്ത് ചെയ്യണമെന്ന് അലോകിന് അറിയില്ല. അലോക് ഒരു തീരുമാനം എടുത്തു. ദേവി ചേച്ചി ഒന്ന് പോയി കാണണം. ചെയ്ത തെറ്റിന് ഒരു ക്ഷമ ചോദിക്കണം. പിന്നെ അത് മാത്രമല്ല, അനുവിനെ കണ്ടൊന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സംസാരിക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഈയിടെയായിട്ട് അങ്ങനെയാണ്. അലോകിന്റെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അനു കയറി വരുന്നുണ്ട്. താൻ അവളെ സ്നേഹം നടിച്ച് വഞ്ചിക്കുമായിരുന്നു. അവൾക്ക് തന്നോട് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു. ഒരിക്കലും താൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത് എന്നൊരു ചിന്തയൊക്കെ മനസ്സിനെ അങ്ങനെ വേട്ടയാടുന്നുണ്ട്. അപ്പം ചില തീരുമാനങ്ങളൊക്കെ അലോക് എടുക്കുന്നുണ്ട്. അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.